പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് നമുക്ക് പൂർത്തീകരിക്കണം. നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് യാഥാർത്ഥ്യമാക്കിയെടുക്കണം. അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടരേണ്ടത് നമ്മുടെ ഭാവി തലമുറയുടെ ആവശ്യമാണ്. ഭാവി തലമുറകളുടെ ആവശ്യമാണ്. നമ്മുടെ കോന്നിയുടെ ആവശ്യമാണ്. മലയാള മനോരമയ്ക്കും ഏഷ്യാനെറ്റിനും മാതൃഭൂമിക്കുമൊക്കെ നമ്മൾ പോകുന്നതാണ് ഇഷ്ടം. കാരണം എന്താ? മനോരമയ്ക്ക് ഇപ്പോൾ റബ്ബർ കർഷകരോട് സ്നേഹമുണ്ട്. എന്താ സ്നേഹമില്ലാത്തത്? വിദേശത്തു നിന്നും ചുങ്കമില്ലാതെ റബ്ബർ അവരുടെ ടയർ കമ്പനിക്ക് എത്തിച്ചു കൊടുക്കാനുള്ള തീരുമാനം കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചപ്പോൾ എടുത്തു കൊടുത്തു. അവരിപ്പോൾ സിംഗപ്പൂരിൽ നിന്നും മലേഷ്യയിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നുമെല്ലാം റബ്ബർ ഇറക്കി MRF ടയർ ഉണ്ടാക്കി ലോകത്താകെ വിറ്റഴിക്കുകയാണ്. BJP വന്നപ്പോൾ അത് തുടരാനുള്ള സാഹചര്യവും ഉണ്ടാക്കി കൊടുത്തു. അവരുടെ ആഗ്രഹം ഒന്നീ കോൺഗ്രസ് അല്ലേ BJP, അതായിരിക്കും. നമ്മൾ വരണമെന്ന് ആഗ്രഹമില്ല. അതുകൊണ്ട് കിറുക്കാത്ത കള്ളത്തരങ്ങൾ നമുക്കെതിരായി അവർ പ്രചരിപ്പിക്കും. ഏഷ്യാനെറ്റോ നാഴികയ്ക്ക് 40 വട്ടവും നിഷ്പക്ഷ ചാനൽ എന്നാണ് പറയുന്നത്. പക്ഷെ വാർത്തകൾ എങ്ങനെയാണ്? രാജീവ് ചന്ദ്രശേഖർ ഡയറക്ഷൻ കൊടുക്കുന്ന വാർത്ത. രാജീവ് ചന്ദ്രശേഖറിൻ്റെ ആണ് അതിൻ്റെ മുതലാളിയാണ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ്. പക്ഷെ അവർക്ക് വേണ്ട കേരളത്തിലെ സാധാരണ ജനത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെന്റ് തുടർന്നില്ലെങ്കിൽ അവന്റെ ജീവിതമാണ് പ്രതിസന്ധിയിലാവാൻ വേണ്ടി പോകുന്നത്. ഇന്ന് 2000 രൂപ ചെറിയ തുക. ആ തുക ഉപയോഗിച്ചുകൊണ്ട് മരുന്ന് വാങ്ങുന്ന ലക്ഷക്കണക്കിന് പാവങ്ങൾ ഈ കേരളത്തിലുണ്ട്. ഇവരുടെ കള്ളക്കഥകളിൽ ഒലിച്ചു ആവരുത് അവരുടെ ജീവിതം. നമ്മളെങ്ങാനും അധികാരത്തിൽ നിന്ന് മാറി നിന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം കിട്ടില്ല, പിന്നാണ് പെൻഷൻ. ലക്ഷക്കണക്കിന് പാവപ്പെട്ടവന്റെ ആവശ്യമാണ് ഈ ഗവൺമെന്റ് തുടരണം എന്നുള്ളത്. അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ ഈ കള്ളപ്രചരണങ്ങളെ അതിജീവിക്കാൻ ആത്മാർത്ഥതയോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ എല്ലാവരും രംഗത്തുണ്ടാവണം.